പറഞ്ഞല്ലോ, രണ്ട് കാര്യങ്ങൾ വലിയ അനുഗ്രഹമാണ്. ഒന്ന് ഖൽബൻ ഷാക്കിറ, നന്ദിയുള്ള ഹൃദയമാണ്. രണ്ടാമത്തത് വലിസാനൻ ദാക്കിറ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുന്ന നാവാണ്, പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ടേയിരിക്കുന്ന നാവാണ്. ഇത് വലിയ അനുഗ്രഹമാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അദ്കാറുകളുടെ മഹത്വങ്ങളൊക്കെ എത്രയാണ് പ്രിയപ്പെട്ടവരെ. മഹദി ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹ ഒരിക്കൽ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ ഇങ്ങനെ അവരുടെ വീട്ടിന്റെ മുന്നിലൂടെ നടന്നു പോവാൻ. അങ്ങനെ നടന്നുപോയി ഉള്ളിലേക്ക് നോക്കിയപ്പോൾ, ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവരങ്ങനെ നിസ്കാരപ്പായിൽ അങ്ങനെ ഇരിക്കുകയാണ്. കുറേ കഴിഞ്ഞ് ദുഹ്ർ നിസ്കാരത്തിന് വേണ്ടിയിട്ട്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് നോക്കുന്നത്. ദുഹ്ർ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി പ്രവാചകൻ പള്ളിയിലേക്ക് വരുമ്പോൾ ജുവൈരിയ റളിയല്ലാഹു ആ ഇരുത്തങ്ങനെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ജുവൈരിയ, നീ ഈ ഇരുത്തം തന്നെ ഇരിക്കുകയാണോ? അദ്കാറുകളുമായി ഖുർആനോത്തുമായി ആ നിസ്കാരപ്പായിൽ മുസല്ലയിൽ അവരങ്ങനെ ഇരിക്കുകയാണ്. ജുവൈരിയ റളിയല്ലാഹു പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരൊറ്റ ഇരുത്താണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ രാവിലെ മുതൽ ഈ സമയം വരെ ഇരുന്നതിനേക്കാൾ നിനക്ക് പ്രതിഫലം നേടിത്തരുന്ന ഒരു അദ്കാർ, ഒരു ദിക്ർ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു ഇഖ്ലാസിനും ആ ഒരു സമർപ്പണത്തിനും റസൂലുള്ളാഹി നൽകിയ ഒരു സമ്മാനമാണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഇത് നീ ഒരു തവണ ചൊല്ലിയാൽ, നീ രാവിലെ മുതൽ ഈ സമയം വരെ നമസ്കാരപ്പായിൽ ഇരുന്നില്ലേ, അതിനേക്കാൾ പ്രതിഫലം നിനക്ക് അള്ളാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. ആ ഒരു അദ്കാർ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ എത്രമാത്രം പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നില്ലേ, നാവിന് ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ മീസാനിൽ ഏറ്റവും കനം തൂങ്ങിയതും ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ രണ്ട് വാക്ക്. ഏതാണ് വാക്ക്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ അദ്കാർ ചുരുങ്ങിയതൊരു 100 വട്ടം 200 വട്ടെങ്കിലും ഒരു ദിവസം ചെല്ലാൻ ഈ സമയത്ത് നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. തസ്ബീഹ്, തഹ്ലീൽ, തഹ്മീദ്, തക്ബീർ, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുന്ന ഉന്നതമായ പവിത്രമായ ഒരു ദിക്റാണത്. ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം സമയം കണ്ടെത്തണം. പ്രിയപ്പെട്ടവർ, വേറൊരു വിഷയം നിങ്ങൾ അറിയോ? ഈ അദ്കാറുകൾ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഓർമ്മ വരുമ്പോഴെല്ലാം നമ്മൾ ഈ അദ്കാറുകൾ ഇങ്ങനെ ചൊല്ലാൻ നമ്മളെ പിശാച് മറപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ആ മറന്ന സമയത്തും ആ മറവി കൊണ്ടാണ് നമ്മൾ ആ അദ്കാർ ചൊല്ലാത്തതെന്ന കാരണം കൊണ്ട് ഒരു പക്ഷേ ആ മറക്കുന്ന സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം നമുക്ക് നൽകിയേക്കാം. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. അല്ലാഹുവിന്റെ കാരുണ്യം അത്രമാത്രം വിശാലമാണ്. അല്ലാഹു പറയാണ്, മൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും ഒരു നന്മയും കൊണ്ടുവന്നാൽ ഫലഹു അശ്റു അംസാലിഹാ, അവൻ അതിന്റെ 10 ഇരട്ടി നൽകപ്പെടുമെന്നാണ്. വമൻ ജാഅ ബിസ്സയ്യിഅ, ആരെങ്കിലും ഒരു തിന്മയും കൊണ്ടുവന്നാൽ അവന് അതിൻ്റെ ശിക്ഷ മാത്രമേ ഉള്ളൂ, ആ തിന്മക്ക് ഒരു ശിക്ഷ മാത്രമേ അവന് ലഭിക്കുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ, ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം.